അയൽവാസിയായ യുവതിയെ പ്രണയിച്ചതിന്റെ പേരിലാണ് ആലപ്പുഴ ആര്യാടുള്ള സനോജ് എന്ന യുവാവിന് ജീവൻ നഷ്ടമായത്. യുവതിയുടെ അച്ഛനും സഹോദരനും അടക്കമുള്ളവർ അതിക്രൂരമായാണ് ഈ യുവാവിനെ കൊലപ്പെടുത്തിയത്. പട്ടാപ്പകൽ നടുറോഡിൽ വെച്ച് വെട്ടിയും ഇരുമ്പ് കൂടം കൊണ്ട് നെഞ്ചടിച്ചു തകർത്തുമായിരുന്നു കൊലപാതകം. ഈ കേസിൽ അച്ഛനും മകനും ഉൾപ്പെടെ 7 പ്രതികൾക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. ഇതിനു പുറമെ 1 ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ജൂലൈ 4 നാടിനെ നടുക്കിയ കൊലപാതകം. ആര്യാട് സ്വദേശിയായ 28-കാരൻ സനോജ് പെയിന്റിംഗ് പണിക്ക് ശേഷം ഉച്ചയ്ക്ക് 2 മണിയോടെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ റൂറൽ ആശുപത്രിക്ക് സമീപം റോഡിൽ വെച്ച് പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. നടു റോഡിൽ വെട്ടേറ്റ് വീണ സനോജിനെ കൂടം കൊണ്ട് നെഞ്ചിലടിച്ചാണ് കൊലപ്പെടുത്തിയത്. ആക്രമണത്തിൽ ശ്വാസകോശം തകർന്നിരുന്നു. ഗുരുതരാവസ്ഥയിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സനോജിൽ നിന്ന് നോർത്ത് പോലീസ് അന്ന് മരണമൊഴിയും രേഖപ്പെടുത്തി. അയൽവാസിയും പ്രതികളിലൊരാളുമായ പ്രസാദിന്റെ മകളുമായി സനോജിനുണ്ടായിരുന്ന പ്രണയബന്ധമായിരുന്നു പകയ്ക്ക് കാരണം. കേസിൽ പ്രതികളായ കല്ലൂച്ചിറ വീട്ടിൽ പ്രശാന്തിന്റെ പിതാവ് പൊടിയനെന്ന് വിളിക്കുന്ന പ്രസാദ്, തുമ്പോളി വാർഡിൽ ബംഗ്ലാവ് പറമ്പിൽ കിരൺ ഡോട്രിക്സ്, ആര്യാട് 16-ാം വാർഡിൽ കറുപ്പശ്ശേരിയിൽ അജിലാൽ, മാരാരിക്കുളം മണിമംഗലം വീട്ടിൽ ജോസ് ആന്റണി, ആര്യാട് 14-ാം വാർഡിൽ പൊക്കാലയ്ക്കൽ അപ്പു, തുമ്പോളി കൊടിവീട് പറമ്പിൽ ഫിനിസ്റ്റൻ നെറ്റോ എന്നിവരെയാണ് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി എസ് ഭാരതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. ഇതിലൊരു പ്രതിയെ പിടിക്കുന്നതിന് പോലീസിന്റെ ഭാഗത്ത് കാലതാമസം ഉണ്ടായി എന്ന് പറഞ്ഞ് അന്നത്തെ MLA തോമസ് ഐസക്കിന് മുമ്പായി മരണപ്പെട്ട സനോജിൻ്റെ വീട്ടുകാർ ഒരു അപേക്ഷ കൊടുത്തതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുകയും ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DSP വിനോദുള്ള 5-ാം പ്രതിയെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് കോടതിയിൽ കുറ്റപത്രം കൊടുക്കുകയാണ്. 10 വർഷത്തിന് ശേഷമാണ് ഇങ്ങനൊരു വിധി ഉണ്ടായത്. നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഇതിലെ പല പ്രതികളും ആൻറ്റി സോഷ്യൽസാണ്, മറ്റ് കേസുകളിൽപ്പെട്ട ആൾക്കാരാണ്. അവർക്ക് ഇങ്ങനെയൊരു ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളത് നേട്ടമാണ്. ജീവപര്യന്തത്തിന് പുറമെ 1 ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. പിഴത്തുകയിൽ 5 ലക്ഷം രൂപ കൊല്ലപ്പെട്ട സനോജിന്റെ മാതാപിതാക്കൾക്ക് നൽകുവാനും കോടതി നിർദ്ദേശിച്ചു. കേസിൽ ക്രൈംബ്രാഞ്ച് DYSP വിനോദ് പിള്ളയാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ SA ശ്രീമോൻ, അഭിഭാഷകരായ നാരായൺ G, അശോക് നായർ, ദീപ്തി കേശവ് എന്നിവർ കോടതിയിൽ ഹാജരായി. അന്ന് സബ് ഇൻസ്പെക്ടറായിരുന്ന T രാജേഷ്, CPO മാത്യു ജോർജ് എന്നിവരാണ് പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചത്. ന്യൂസ് 18 ആലപ്പുഴ.